പലരും കരുതുന്നത് ശ്വാസം എടുക്കുക എന്നുള്ളത് വെറും ശ്വാസകോശത്തിന്റെ ഒരു പ്രക്രിയയാണ് എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ആൾട്ടർനേറ്റീവ് നോസ്ട്രൽ ബ്രീത്തിങ് ടെക്നിക് ചെയ്യുമ്പോൾ നിങ്ങളുടെ നാഡീവ്യൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ അത് തലച്ചോറിന്റെ വലതുഭാഗത്തെയും വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ അത് തലച്ചോറിന്റെ ഇടതുഭാഗത്തെയും ഉണർത്തുകയാണ് എന്നുള്ള സത്യം നിങ്ങൾക്കറിയാം. ഇത് തിരിച്ചറിയാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ അതിൽ വരുത്തുന്ന ലളിതമായ ഒരു ക്രമീകരണത്തിലൂടെ നമ്മുടെ ബിപിയെയും ഹൃദയമിടിപ്പിനെയും മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നിങ്ങളുടെ ശ്വസനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു ലളിതമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മൂക്കിന്റെ താഴെ വിരൽ വെച്ച് ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിട്ട് നോക്കുക. രണ്ട് മൂക്കുകളിലൂടെയും ഒരേ അളവിലല്ല വായു പുറത്തേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നിൽ പ്രഷർ കുറച്ച് കൂടുതലായിരിക്കും, മറ്റേതിൽ കുറച്ച് കുറവായിരിക്കും. ഈ അസന്തുലിതാവസ്ഥ മാറ്റാൻ ദിവസവും രാവിലെ കാലിവയറ്റിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു പ്രത്യേക ശ്വസന രീതി 5 മിനിറ്റ് മാത്രം ചെയ്താൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ വാസോമോട്ടോർ ടോൺ മെച്ചപ്പെടുകയും അതുവഴി രക്തധമനികൾ വികസിക്കുകയും ചെയ്യും. ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ആ ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് കൂടുമ്പോൾ ശരീരത്തിലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അമിതമായിട്ട് പ്രവർത്തിക്കുന്നു, ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന ശ്വസന രീതിയിലൂടെ നിങ്ങളുടെ ശരീരം പാരാസിമ്പത്തറ്റിക് മോഡിലേക്ക് മാറുകയും അതുവഴി ഹൃദയമിടിപ്പിനെ നല്ല രീതിയിൽ ശാന്തമാക്കുന്ന അവസ്ഥയിൽ എത്തിപ്പെടുകയും ചെയ്യും. ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരു വശത്തെ മൂക്ക് അടച്ചു പിടിച്ച് വളരെ സാവധാനം മറ്റേ വശത്തെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ മൂക്കിന്റെ ഉൾചുമരുകളിൽ വെച്ച് നൈട്രിക് ഓക്സൈഡ് എന്ന വാതകം വളരെ കൂടിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നല്ലതാണ്, രക്തധമനികളെ വികസിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. നമ്മൾ കഠിനമായ ടെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ രക്തധമനികൾ വലിഞ്ഞു മുറുകും. എന്നാൽ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ രക്തധമനികൾ വികസിക്കുന്നത് വഴി രക്തപ്രവാഹം എളുപ്പത്തിലാവുകയാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്ന ആൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ് ടെക്നിക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സിമ്പത്തറ്റിക് നാഡീവ്യൂഹവും പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹവും ഒരേ സമയം ഉത്തേജിപ്പിച്ച് അവയെ ഒരു ബാലൻസിൽ എത്തിക്കപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ഒരു കാറിന്റെ ആക്സലറേറ്ററും ബ്രേക്കും ഒരേ സമയം കൃത്യമായി നിയന്ത്രിക്കുന്ന ഒരു ഡ്രൈവിംഗ് പോലെയാണ് ഇത്. പലപ്പോഴും സ്ട്രെസ് കൂടുമ്പോൾ ശരീരം ആക്സലറേറ്റർ മാത്രം അമർത്തി കാർ നിയന്ത്രണം വിട്ട് പായുന്ന പോലെയാണ്. ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ശ്വസന രീതി കാറിന്റെ ബ്രേക്ക് കൃത്യമായ സമയത്ത് ഉപയോഗിച്ച് കാറിനെ അപകടമില്ലാതെ സുരക്ഷിതമായ ഒരു സ്പീഡിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. മൂന്നാമത്തെ കാര്യം, ആൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ് എന്ന നിയന്ത്രിത ശ്വസന പ്രക്രിയ തലച്ചോറിലെ അമിഗ്ഡല എന്ന് പറയുന്ന പേടിയും പരിഭ്രമമൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗത്തെ ശാന്തമാക്കുകയാണ്. ഇതുവഴി ശരീരവും ശാന്തമാവുകയാണ്. നാലാമത്തത്, വളരെ സാവധാനത്തിലും ദീർഘമായൊക്കെ നമ്മൾ ഈ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസകോശത്തിലെ ഏറ്റവും ഉള്ളിലുള്ള അവസാനത്തെ വായു അറകളായ ആൽവിയോളൈ പോലുള്ള ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് തുറക്കുകയാണ്. ഇതുവഴി കൂടിയ രീതിയിൽ ഓക്സിജൻ ശരീരത്തിലെത്തുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ എല്ലാ അടഞ്ഞു കിടക്കുന്ന ജനലും വാതിലൊക്കെ തുറന്നിട്ട് വീട്ടിലേക്ക് കാറ്റ് കയറ്റുന്നത് പോലെ ശ്വാസകോശത്തിന്റെ എല്ലാ കോണുകളിലും ശുദ്ധമായി എത്തിച്ചേരുകയാണ്. ഇനി എങ്ങനെയാണ് ആൾട്ടർനേറ്റീവ് നോസ്ട്രൽ ബ്രീത്തിങ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നട്ടിൽ നേരെയാക്കി വളരെ ശാന്തമായി ഒരു കസാരയിലോ തറയിലോ ഇരിക്കുക. നിങ്ങളുടെ ഇടത് കൈ ഇടത് കാൽമുട്ടിന് മുകളിൽ വെക്കുക. എന്നിട്ട് വലത് കൈയിലെ പെരുവിരൽ ഉപയോഗിച്ച് വലത് മൂക്ക് അടച്ചു പിടിക്കുക. ഇടത് മൂക്കിലൂടെ 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം ഉടൻ തന്നെ മോതിരവിരൽ ഉപയോഗിച്ച് ഇടത് മൂക്ക് അടയ്ക്കുക. പെരുവിരൽ മാറ്റിയിട്ട് വലത് മൂക്കിലൂടെ 8 സെക്കൻഡ് കൊണ്ട് ശ്വാസം പൂർണ്ണമായിട്ട് പുറത്തേക്ക് വിടുക. ഇനി വലത് മൂക്കിലൂടെ തന്നെ 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക. പെരുവിരൽ കൊണ്ട് വലത് മൂക്ക് അടച്ച് ഇടത് മൂക്കിലൂടെ 8 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുക. ദിവസവും രാവിലെ കാലിവയറ്റിലോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇത് ശീലാക്കുക. നല്ല കൂടിയ ബി പി ഉള്ളവരും ഹൃദ്രോഗമുള്ളവരും ശ്വാസം ഉള്ളിലിങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്ന ഈ ടെക്നിക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ കഠിനമായ ജലദോഷമോ മൂക്കടപ്പമുള്ള സമയത്തും ബലം പ്രയോഗിച്ച് ഇത് ചെയ്യരുത്. ആ സമയത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ചെവിയിലും സൈനസിലൊക്കെ ഉള്ള പ്രഷർ അനാവശ്യമായിട്ട് കൂടും.